ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹിപാലും അതുപോലെ ശ്രീദേവിയും കൂടി ഓഫീസിൽ ഇരിക്കുന്ന സമയത്തിന് ശ്രീദേവി ആണെങ്കിലോ മഹിയുടെ മനസ്സിൽ ഇടിച്ചു കയറാനുള്ള ഓരോരോ ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറയില്ല, അങ്ങനെയാണ് കേട്ടോ. പക്ഷേ മഹിക്കറിയാം ഇതൊരു നാടകമാണെന്നുള്ളത്. അങ്ങനെ അതുവഴി എല്ലാ രഹസ്യങ്ങളും അവൾക്ക് ചോർത്തിയെടുക്കാലോ, അതായത് ശ്രീദേവിക്ക് അതുവഴി മാനസയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ പിന്നീട് മാനസി വിളിച്ചിട്ട് പറയുന്നു, എല്ലാം ശരിയായിട്ടുണ്ട് മാഡം, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിയിൽ നിന്ന് ആ രഹസ്യം ചോർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ശ്രീദേവി. അങ്ങനെ അത് അവരവിടെ ഒരു കേണലിൻ്റെ വീട്ടിലാണെന്നൊക്കെ അറിഞ്ഞു വരുന്നു. ഇതറിയുന്ന മാനസയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. കേണലിൻ്റെ വീട്ടിലോ, ഇത് ആൻറ്റിയമ്മയെ അറിയിക്കണം. അങ്ങനെ ആൻറ്റിയമ്മയോട് പറയുന്ന സമയത്ത്, ഓ അവരവിടെയാണോ താമസം, എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് നീയും പോ, ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നീ അങ്ങോട്ട് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ, എന്തായാലും നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറയുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് കൃഷ്ണൻ്റെ മനസ്സിൽ ഇടിച്ച് നീ കയറണം, കൺമണിക്ക് സ്ഥാനം കൊടുക്കരുതെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കൺമണിയും കൃഷ്ണയും തന്നെ കേട്ടോ കാണിക്കുന്നത്, അവർ നല്ല റൊമാൻറ്റിക് ആയിട്ട് ജീവിക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ ഒരു സൈഡിൽ നിന്ന് കാണുന്ന കേണൽ സാറിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം കേണൽ ഇവരുടെ പ്രണയവും ഇവരുടെ ഈ ഒരു ചെറുപ്പവും എല്ലാം തന്നെ കണ്ട് ആസ്വദിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രണയിനികളെ കണ്ടിട്ടില്ല എന്ന പക്ഷം. അതിനുശേഷം തന്നെ കൃഷ്ണനും കൺമണിയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തന്നെ റോട്ടിലൂടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഫാക്ടറി കൂടെയൊക്കെ. ഇങ്ങനെ തന്നെ കൃഷും കൺമണിയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ് പറയുന്നുണ്ട്, നീ എൻ്റെ എല്ലാമാണ് കൺമണി, നീ എൻ്റെ പൊന്നാണ്, മുത്താണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാറിന് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നെ എന്ന് ചോദിക്കുമ്പോഴത്തേനും, ഈ ലോകത്ത് നിന്നേക്കാൾ വിലപ്പെട്ടതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല കൺമണി, നിന്നെ വിട്ടിട്ട് ഒരിക്കലും ഈ കൃഷ്ണന് വേറൊരു ജീവിതവും ഉണ്ടാവില്ല എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അവിടെ അയ്യപ്പൻ വരുന്നത് കേട്ടോ. അയ്യപ്പനാണെങ്കിൽ കുറച്ച് വാശിയും ദേഷ്യവും കുറച്ചുകൂടെ കൂടുതലുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ കൃഷുവായിട്ടൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അടിയിൽ അവസാനിക്കുന്നു. അതിനുശേഷം തന്നെ അവിടേക്ക് വാസുകി വരുന്നുണ്ട്. അയ്യപ്പ നിർത്തുമെന്ന് പറയുന്നു. അങ്ങനെ വാസുകി പറയുന്നുണ്ട്, സാർ വിചാരിച്ചാലൊന്നും ആ ഫാക്ടറി തുറക്കാനായിട്ട് പോകുന്നില്ല, ഞങ്ങളുടെ സമരം ഞങ്ങൾ പിൻവലിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ കൃഷാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, നിങ്ങളുടെ സമരം ഞാൻ പിൻവലിക്കും, അത് പിൻവലിച്ച് ആ ഫാക്ടറി തുറന്നിട്ട് ഈ കൃഷി ഇവിടെ നിന്ന് മടങ്ങുള്ളൂ എന്ന് പറയുന്നതിന് വാശിയോടുകൂടി വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും കൺമണി പറയും, സാർ എന്തിനാ ഇങ്ങനെ വാശിയോടുകൂടി വെല്ലുവിളിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, ഒരാവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പട്ടിണിയാണ്, അവർ വിശപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ആ ജോലി ചെയ്യുന്നത്, അത് നമ്മളത് നേടിക്കൊടുക്കണം. അവർക്ക് ഇത്രയും മാസത്തേക്ക് കിട്ടാനുള്ള കൂലിയും അതുപോലെ തന്നെ ഇനി അവർ ശമ്പള വർധനവ് കൂടി അവർക്ക് നേടിക്കൊടുക്കണം സാർ. അങ്ങനെ അവരെ നമ്മളുടെ രീതിയിലേക്ക് തന്നെ ആക്കിയെടുക്കാനായിട്ട് സാർ വിചാരിച്ചാൽ നടക്കും. അവർ പാവങ്ങളാണ് സർ, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഒന്നും അല്ലാത്തവരാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൺമണിയിലൂടെ കൃഷിൻ്റെ കണ്ണ് തുറക്കാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്ന കേട്ടോ. എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും